പ്രധാനപ്പെട്ട വാർത്തയാണ്. സൗദി ബാലൻ കൊല്ലപ്പെട്ട കേസിൽ റിയാദിലെ ജയിലിൽ കഴിയുന്ന അബ്ദുറഹിമിന്റെ ശിക്ഷ കൂട്ടണമെന്നാവശ്യപ്പെട്ട പ്രോസിക്യൂഷൻ നൽകിയ അപ്പീൽ തള്ളി. 20 വർഷം തടവ് ശിക്ഷ അപ്പീൽ കോടതി ശരിവച്ചു. വിവരങ്ങളുമായി റിയാസ് KMR ചേരുന്നു. റിയാസ്, വിശദാംശങ്ങൾ. നമ്മളെല്ലാം ഏറെ പ്രതീക്ഷയോടുകൂടിയാണ് അർജുന അബ്ദുറഹിമിന്റെ മോചനത്തിനായി കാത്തിരിക്കുന്നത്. അബ്ദുറഹിമിന് നേരത്തെ വധശിക്ഷ റിയാദിലെ ക്രിമിനൽ കോടതി വിധിച്ചിരുന്നു. സൗദി ബാലന്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ടാണ് ഇത്തരത്തിൽ ക്രിമിനൽ കോടതി അന്ന് വധശിക്ഷ വിധിച്ചത്. അതിന് പിന്നാലെ തന്നെ മലയാളികൾ 34 കോടി രൂപ ദിയാദനം സ്വരൂപിച്ച് നൽകിയത് കൊണ്ട് കഴിഞ്ഞ വർഷം ജൂലൈ 2 അബ്ദുറഹിമിനെ വധശിക്ഷയിൽ നിന്ന് ഒഴിവാക്കിയിരുന്നു. എന്നാൽ ജയിൽ മോചനം അനന്തമായി നീളുകയായിരുന്നു. അതിനിടെയാണ് കഴിഞ്ഞ തവണത്തെ സിറ്റിംഗിൽ കോടതി അബ്ദുറഹിമിന്റെ തടവ് ശിക്ഷ 20 വർഷമാണ് എന്ന് വിധിച്ചത്. അതിൽ 19 വർഷം ഇപ്പോൾ തന്നെ അദ്ദേഹം ജയിച്ചു കഴിഞ്ഞു. ഇനിയിപ്പോൾ 1 വർഷം കൂടിയാണ് അനുഭവിക്കേണ്ടതുള്ളത്. അതിനിടെയാണ് പ്രോസിക്യൂഷൻ ഈ സൗദി ബാലന്റെ കുടുംബത്തെ വാദങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് ഇയാളുടെ തടവ് ശിക്ഷ വർദ്ധിപ്പിക്കണമെന്നൊരു ആവശ്യം ഒരു ഹർജി നൽകിയിരുന്നത്. അത് സംബന്ധിച്ച അപ്പീലാണ് ഇപ്പോൾ സൗദി റിയാദിലെ ക്രിമിനൽ കോടതി തള്ളിയിരിക്കുന്നത്. അബ്ദുറഹിമിന്റെ 20 വർഷത്തെ തടവ് ശിക്ഷ എന്ന വിധി അത് പൂർണ്ണമായും സൗദി കോടതി ശരിവെക്കുകയാണ് ചെയ്യുന്നത്. അതിനപ്പുറത്തേക്ക് കൂടുതൽ ഇനി ശിക്ഷ വേണ്ടതില്ല എന്ന ഒരു നിലപാടിലേക്ക് കോടതി എത്തിയിരിക്കുന്നു. അങ്ങനെ ഈ ഒരു നിലപാടോടുകൂടി ഈ കുടുംബത്തെ സംബന്ധിച്ച് കോഴിക്കോട് ഫറോക്ക് കോടാമ്പുഴ സ്വദേശിയാണ് അബ്ദുറഹിമിന്റെ കുടുംബത്തെ സംബന്ധിച്ച് ഏറെ പ്രതീക്ഷ പകരുന്ന ഒരു ഇടപെടൽ കൂടിയാണ് ഇന്ന് സൗദി റിയാദിലെ ക്രിമിനൽ കോടതിയുടെ ഭാഗത്തു നിന്നും അല്പം മുൻപ് ഉണ്ടായിരിക്കുന്നത്. അതായത് ഇനി 1 വർഷം കൂടി തടവ് ശിക്ഷ അനുഭവിച്ചു കഴിഞ്ഞാൽ റഹീമിന് നാട്ടിലെത്താം. അതിനിടെ റഹീമിന്റെ ഉമ്മ അവിടേക്ക് പോയിരുന്നു, മകനെ ജയിലിൽ വെച്ച് കണ്ടിരുന്നു. പക്ഷേ ഈ ഉമ്മയുടെ വർഷങ്ങളായുള്ള ഒരു പ്രാർത്ഥനയാണ്. ആ പ്രാർത്ഥനയ്ക്കൊപ്പമാണ് മലയാളി ജാതി മത രാഷ്ട്രീയ ഭേദമന്യേ ഒറ്റക്കെട്ടായി കൈകോർത്തുകൊണ്ട് 34 കോടി രൂപ സ്വരൂപിച്ച് നൽകിയതും വധശിക്ഷയിൽ നിന്ന് മോചിപ്പിക്കാൻ കഴിഞ്ഞതും. ഇനി ജയിൽ മോചനം എന്ന വലിയ സ്വപ്നം, ആ കുടുംബത്തിന്റെ വലിയ സ്വപ്നത്തോടൊപ്പം മലയാളിയും പ്രതീക്ഷയോടെ പ്രാർത്ഥനയോടെ കാത്തു നിൽക്കുകയാണ്. അതിനിടെയാണ് ഈ സൗദി റിയാദിലെ ക്രിമിനൽ കോടതിയുടെ ഇത്തരമൊരു വിധി വന്നിരിക്കുന്നത് എന്നുള്ളത് ഏറെ ആശ്വാസകരമാണ്. അർജുന, രമേശ്. സൗദി ബാലൻ കൊല്ലപ്പെട്ട കേസിൽ റിയാദിലെ ജയിലിൽ കഴിയുന്ന അബ്ദുറഹിമിന്റെ ശിക്ഷ കൂട്ടണമെന്നാവശ്യപ്പെട്ട് പ്രോസിക്യൂഷൻ നൽകിയ അപ്പീലാണ് തള്ളിയത്. 20 വർഷം തടവ് ശിക്ഷ അപ്പീൽ കോടതി ശരിവച്ചു. റിയാസ് KMR ആണ് വിവരങ്ങൾ നൽകിയത്.